ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽക്കാസ് ഡിസൈൻസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആരൻ. ഞാനിവിടെ ഉള്ളത് കാവാലത്താണ്. അപ്പോൾ കാവാലത്തുള്ള അൽക്കാസ് ഡിസൈൻസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അൽക്കാസ് ഡിസൈൻസിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ഷിബി ആൻറ്റിയെ വെൽക്കം ചെയ്യാം. ഹലോ. ഹായ്. അപ്പം അൽക്കാസിൻ്റെ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ട് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം അൽക്കാസിൻ്റെ സ്റ്റാർട്ടപ്പിനെ പറ്റി ഒന്ന് പറയാം. അൽക്കാസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ശരിക്കും അൽക്കാസ് അല്ലായിരുന്നു, ആദ്യം മരിയായിരുന്നു. നമ്മൾക്ക് കോഴിക്കോടാണ് നമ്മൾ സ്റ്റാർട്ടിങ്, നമ്മുടെ കാവാലത്തല്ല, കോഴിക്കോട്. ഇപ്പോൾ ഞങ്ങൾക്ക് എയർപോർട്ടിൽ ജോലിയുള്ള സമയത്ത് അവിടെ നമ്മൾ കൊണ്ടോട്ടിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും അവിടെ ഡ്രസ്സെല്ലാം ലൂസിൽ അങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് തയ്ച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ അതിട്ടുകൊണ്ട് നമുക്ക് കംഫർട്ടല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡ്രസ് മെറ്റീരിയൽ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു അല്ലോറിൻ്റെ മെഷീനൊക്കെ വാങ്ങി കോട്ടേഴ്സിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യമുള്ള തയ്ച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും പിന്നെ അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർ ഇതൊക്കെ അറിഞ്ഞിട്ട് കോട്ടേഴ്സിലേക്ക് വരും നമുക്ക് ഓൾട്രേഷൻ ചെയ്യാനും തയ്ക്കാനും ഒക്കെ. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ ഈ മരിയ എന്ന് പറഞ്ഞൊരു പേരിട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കാവാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മരിയയുടെ പേരിൽ ആ മരിയ സ്റ്റിച്ചിങ് സെൻറ്റർ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിങ്ങനെ എനിക്കൊരു 6 വർഷം വരെ മരിയയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് യൂണിറ്റ് വന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് വെച്ച് കേക്ക് പഠിച്ചിട്ട് ഇവിടെ ഒന്നും അധികം കേക്ക് അന്നേരം ആകുന്ന സമയമല്ല. കോഴിക്കോടൊക്കെ എന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ എനിക്ക് തോന്നുന്നു 6-7 വർഷം മുമ്പ് നമ്മൾ കേക്ക് തുടങ്ങി. അപ്പോൾ കേക്ക് തുടങ്ങിയപ്പോഴത്തേന് മോളുടെ പേരിൽ അൽക്കയുടെ പേരിൽ അൽക്കാസ് എന്ന് പറഞ്ഞാണ് കേക്ക് കിട്ടത്. അപ്പോൾ അൽക്കാസ് മരിയയും വന്നു. അപ്പം രണ്ടും കൂടെ കോമ്പിനേഷൻ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ അൽക്കാസ് എന്ന് പറഞ്ഞ ഒറ്റ ബ്രാൻഡിലെടുക്കുന്ന അൽക്കാസ് കേക്കും അൽക്കാസ് ഡിസൈൻസും. ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ്, നമ്മുടെ ഡ്രസ് മെറ്റീരിയലാണ് ചെയ്യുന്നത്, അല്ലാതെ കേക്കിൻ്റെ അല്ല. അൽക്കാസ് കേക്ക്, അൽക്കാസ് ഡിസൈൻസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ സ്റ്റിച്ചിങ് വർക്ക്, ഓൾട്രേഷൻ വർക്ക്. ഇപ്പം എല്ലാ ഓൾട്രേഷൻ വർക്കും എല്ലാ സ്റ്റിച്ചിങ് വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റി മെറ്റീരിയൽ വീട്ടിലെടുത്ത് വെച്ചു. ഒരു ഓണമൊക്കെ ആയപ്പോൾ നൈറ്റി മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ഞാൻ എടുക്കുക, എന്നിട്ട് എൻ്റെ അളവിൽ ഞാൻ തയ്ക്കുക. അങ്ങനെയാണ് ഓരോ കസ്റ്റമേഴ്സും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അൽക്കാസിന് റെഡിമെയ്ഡ് സെക്ഷൻ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നൈറ്റി മെറ്റീരിയൽ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ചുരിദാർ മെറ്റീരിയലോട്ട് വന്നു. ചുരിദാർ മെറ്റീരിയൽ നമുക്കൊന്ന് ഡെയിലി വെയർ തൊട്ട് ഫംഗ്ഷൻ വെയറുള്ള എല്ലാ മെറ്റീരിയലുകളും എല്ലാ ഐറ്റംസും. അത് ഡിസൈനർ വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കുള്ളൊരു മെറ്റീരിയലിനെ അടുത്തൊരാൾക്ക് കാണില്ല. അങ്ങനെ നമ്മൾ ഈ ലക്ഷങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവച്ച് അങ്ങനെ ചുരിദാർ മെറ്റീരിയൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് മാത്രം ഒരു പീസിൻ്റെ ഓരോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും സാരിയിലോട്ട് ചോദിക്കാൻ തുടങ്ങിയത്. നമ്മൾ സാരി എടുത്തു. അപ്പോൾ സാരി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് പറഞ്ഞ പോലെ ഒരു സാരിക്ക് ഒരൊറ്റ പീസേ കാണത്തുള്ളൂ, അതിന് ഒരെണ്ണം കൂടെ ഇല്ല. അങ്ങനെ ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കോട്ടൺ തൊട്ട് സിൽക്ക് വരെയുള്ള പിന്നെ കട്ട് വർക്ക് എല്ലാ സാധനവും കൊണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് 2 എടുക്കുന്നവർക്ക് ഇന്നർ വെയറിന് മാത്രമായിട്ട് പുറത്ത് പോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഇന്നർ വെയറിന് സെക്ഷൻ, അത് ഒക്കേഷൻ വൈസ് ഉള്ള ഐറ്റംസും ഒക്കെ നമ്മൾ കൊണ്ടുവച്ചു. അങ്ങനെ ചെറിയ ഒരു യൂണിറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇങ്ങനെ ഒരു അൽക്കാസ് കേക്ക്സും ഡിസൈൻസും ആയിട്ട് ചെയ്തു പോകുന്നൊരു യൂണിറ്റാണ് ഇപ്പോൾ അൽക്കാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അൽക്കാസ് ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാവാലത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇപ്പോൾ ടെക്സ്റ്റൈൽസും സ്റ്റിച്ചിങ്ങും സാരീസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് അൽക്കാസിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സർവീസസ് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ്. അൽക്കാസിൽ കേക്കും സ്റ്റിച്ചിങ്ങും ഈ ഡ്രസ് മെറ്റീരിയൽ മാത്രമല്ല, അൽക്കാസിൽ വേറെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒക്കേഷൻ വൈസ് ഡ്രസ്സ്, ഇപ്പം വെഡ്ഡിങ് ഗൗൺ നമുക്ക് ഒരുപാട്, ഇപ്പം അൽക്കയുടെ ആദ്യ കുർബാന കഴിഞ്ഞ മെയിൽ. അപ്പോൾ അതിൻ്റെ ഗൗൺ നമ്മൾ ചെയ്ത് എനിക്കൊന്ന് അതെനിക്ക് 1 വർഷത്തെ പ്ലാനിങ് ആണ്. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂം ചെയ്യാൻ 1 വർഷത്തെ പ്ലാനിങ് ആണ്. അപ്പോൾ അതിൽ ഏത് വേണോ, ഓഫ് വൈറ്റ് വേണോ, കളർ വേണോ ചൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വൈറ്റ് തന്നെ എടുത്തു. അപ്പോൾ ആ വൈറ്റ് മെറ്റീരിയൽ നമ്മളത് പോയി പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഓരോ മോഡലുകൾ നമ്മൾ തപ്പി അന്വേഷിച്ച് മോളുടെ അളവിൽ അത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്കൊന്നും നല്ല 1 മാസത്തെ പണിയുണ്ട്. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അത് വാട്സപ്പ് വഴി ഒരുപാട് ഫ്രണ്ട്സ് അത് എവിടെ ചെയ്യിച്ചു നമ്മൾ തന്നെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. അപ്പം അങ്ങനെ അത് ഗൗണിൻ്റെ സെക്ഷനിലേക്ക് നമുക്കൊരു എൻട്രിക്കുള്ളൊരു കാരണമായി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കല്യാണങ്ങളൊക്കെ വന്നവർ, അപ്പം നമുക്ക് അടുത്ത വർഷത്തേക്കുള്ളവരൊക്കെ നമ്മളെ വിളിച്ച് ഓൾറെഡി ഇത് എൻക്വയറി ചെയ്തു. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഇതൊന്ന് ഗൗൺ വർക്കുകൾ, കിഡ്സ് വെയർ, അതുപോലെ ബർത്ത്ഡേ വരുമ്പോഴത്തേനും കേക്ക് ഓർഡർ ചെയ്യുന്നവർക്ക്, ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ആ ഗൗണും ചെയ്ത് കൊടുക്കും, കുട്ടികൾക്കുള്ള ഫ്രോക്കും. അപ്പോൾ കേക്കിൻ്റെ കളറിലുള്ള ഫ്രോക്കുകൾ നമ്മൾ ഡിസൈൻ ചെയ്യും പിള്ളേർക്ക് വേണ്ടി മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ, ഡിസൈനർ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേഷൻ പീസുകൾ ചെയ്യുന്നത് നമ്മൾ ബൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ എല്ലാ തരത്തിലുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, പിന്നെ ക്യാൻഡിൽ വർക്ക്. ഇപ്പം നമ്മൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ ക്യാൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാപ്റ്റിസത്തിൻ്റെയും ഹോളി കമ്മ്യൂണിൻ്റെ ക്രൗൺ ക്യാൻഡിൽ അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി ഉടുപ്പിക്കാനായിട്ട് ഇപ്പം നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്. സാരി ഉടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഉടുക്കാൻ കറക്റ്റ് ചെയ്യാൻ ആർക്കും അറിയില്ല. അപ്പോൾ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സമയവും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു
എൻക്വയറി ചെയ്തവർക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം റണ്ണിങ്ങിൽ അൽക്കാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അൽക്കാസിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സർവീസസിനെ പറ്റി അറിഞ്ഞു. ഇനി അൽക്കാസിൽ ഇത്രയും നാളും അൽക്കാസിനോടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അൽക്കാസ് എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു കുറേ നാളുകളായിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൊട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോയിട്ട് വന്നിട്ടൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മൾ ജോലിയൊക്കെ വിട്ട് ഫുൾ അൽക്കാസിലേക്ക് വന്നു. അപ്പം അൽക്കാസിൻ്റെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പുതിയ പുതിയ ട്രെൻഡുകൾ അറിയാമെന്നുള്ളവരാണ്. നമ്മളിപ്പം ഒരു ഏജ് കഴിഞ്ഞ അമ്മച്ചിമാരെന്ന് പറയുമ്പോൾ സാരി ബ്ലൗസ് കൊടുത്താൽ കട്ടോരി ബ്ലൗസും അത് അവർക്കറിയുള്ളൂ. വേറെ ഒരു പ്രിൻസസ് കട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി നെറ്റ്വർക്ക് വേറെ ഫാഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് എളുപ്പമാണ് ചെയ്യാൻ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ഡിസൈനർ വെയർ, അതുപോലെ ടീനേജേഴ്സിൻ്റെ ഒരു ഇഷ്ടം മനസ്സിലാക്കുക, പുതിയ ട്രെൻഡ് അറിയുക, അങ്ങനെ തയ്ക്കുക. പിന്നെ അത് തയ്ച്ചാൽ മാത്രം പോരാ, ഈ പറഞ്ഞ ഡ്രസ്സുകൾ നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പം ഞാനൊരു പുതിയ മോഡൽ ബ്ലൗസ് വെച്ച് ഞാൻ ഇടുമ്പോഴേ അത് ആൾക്കാർ അറിയുന്നുള്ളൂ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഞാനിടും, മോളിടും, അങ്ങനെ അത് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സുകൾ തയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റിച്ചിങ്ങിൽ നിലനിന്ന് പോകാൻ പറ്റും. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഓരോ ട്രെൻഡ്, ചുരിദാറാണെങ്കിൽ സാധാരണ സ്ലിറ്റഡ് ചുരിദാർ തന്നെയല്ല, അനാർക്കലി വരും, പ്ലീറ്റഡ്, ഒരുപാട് കാര്യങ്ങൾ വരും. അതിൻ്റെ എല്ലാ മോഡലിലും നമ്മൾ ഈ മെറ്റീരിയൽ വെച്ച് തയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു തയ്യൽ യൂണിറ്റ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് അൽക്കാസിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനൊക്കെ പറ്റി എന്താണ്? അൽക്കാസിൻ്റെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, അത് ചെറിയ തുച്ഛമായ ഒരു ക്യാപിറ്റൽ ഇട്ടിട്ടാണ് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ജോലിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ചെറിയ ലോൺ എടുത്തു. കാരണം നമുക്ക് ഇതുപോലെ ബൾക്ക് പർച്ചേസിന് ലോൺ ഇല്ലാതെ പറ്റത്തില്ല. അപ്പം നമ്മൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, പക്ഷേ ഫാമിലിയിൽ നിന്ന് ഫിനാൻസ് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫാമിലിയുടെ പൈസ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലോൺ എടുത്തിട്ട് നമ്മൾ ഈ ഡ്രസ് മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് ലോൺ അടയ്ക്കുക. കാരണം ഫാമിലിയിൽ നമുക്കുള്ള ജോലിയുടെ പൈസ എടുത്ത് ബിസിനസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു റോൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ചെറിയ ലോൺ, അത് വലിയ ലോണൊന്നും പോയി നമുക്ക് എടുക്കാൻ പാടാം. കാരണം നമുക്ക് തിരിച്ചിത് കുറേ എടുക്കുമല്ലോ. ഇപ്പോൾ ഒരു ഡ്രസ് മെറ്റീരിയൽ 10 കൊണ്ടുവന്നാലും 10 ഒന്നിച്ച് പോകത്തില്ലല്ലോ. അപ്പോൾ അത് സമയം എടുത്തേ പോവുള്ളൂ. അതനുസരിച്ച് ചെറിയ ഫിനാൻസിൽ നമ്മൾ ചെയ്യാവുള്ളൂ. ഒരുപാട് വലിയ ഫിനാൻസ് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്തു പോകും ഫിനാൻസിൽ. അൽക്കാസിനോടുള്ള ഫാമിലി എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന്. തീർച്ചയായിട്ടും ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്. അത് ഇപ്പം അൽക്കാസിൻ്റെ ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വർക്ക് വരും. കാരണം എനിക്ക് കേക്കിൻ്റെ വർക്ക് ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ ചെയ്തു പോകണ്ട. ആ കൂടെ സ്റ്റിച്ചിങ്ങും കൂടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടയേർഡാവും. കാരണം നമുക്ക് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ് വീട്ടിലെ വർക്ക്, അത് കഴിഞ്ഞിട്ട് മോളുടെ കാര്യം, ജോയിച്ചാൻ്റെ കാര്യം എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യുമ്പോഴത്തേനും പലപ്പോഴും നമ്മൾ ഉറങ്ങുന്നൊന്നും അറിയാനില്ല. ഏതെങ്കിലും സമയത്ത് ഉറങ്ങാന്നേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ ഉറങ്ങുന്നത്. പക്ഷേ അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണെങ്കിൽ പോലും അവർ അവരുടെ കാര്യം നോക്കിക്കണം. നമ്മളെ ആരും അതിനെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ഫാമിലിയിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്യണേ മോളും, ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെയാണല്ലോ മോള് കൂടും. പിന്നെ ഒത്തിരി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് അധികം വരുന്നില്ല. എന്നാലും അവളെ കൊണ്ട് പറ്റുന്ന അവൾ ചെയ്യും, ജോയിച്ചാനെ കൊണ്ട് പറ്റുന്ന ജോയിച്ചാൻ ചെയ്യും. അങ്ങനെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് പോകുന്നു. അൽക്കാസിലെ ടെക്നിക്കൽ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാം. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചാനലിൻ്റെ ഇതാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതാണ് ടെക്നിക്കലായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം അല്ലാതെ നമുക്ക് വിൽക്കാൻ വേണ്ടി ഒന്നും ടെക്നിക്കൽ ആവശ്യമില്ല. പക്ഷേ നമുക്ക് വാട്സപ്പിൽ അത്യാവശ്യം വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലായി. അപ്പോൾ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വാട്സപ്പിലോട്ട് നമ്മളൊരു സ്റ്റാറ്റസ് ഇടുന്ന പോലെ അല്ലല്ലോ യൂട്യൂബിലോട്ട് ഇടുന്നത്. അപ്പോൾ അതിന് ടെക്നിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അത് അറിയാവുന്നവരും എഡിറ്റ് ചെയ്യാനും അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം കൂടെ പരത്തണം. അതിന് ഒരാളെ ആവശ്യമായിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ. അതിൽ നമ്മൾ പരസ്യം ഇടുന്നത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങനെ ടൈം ഇടത്തില്ല. നമുക്കിപ്പോൾ ഒരു ഒക്കേഷൻ വരുന്നു, ഒരു ഫംഗ്ഷൻ വരുന്നു, അതിൻ്റെ എന്തെങ്കിലും ഒന്ന് ഇടും. ഒരു ഓണം, ക്രിസ്മസ് അങ്ങനെ ഇടുള്ളൂ. കാരണം എല്ലാ ഒക്കേഷൻ വൈസ് ഇപ്പം എല്ലാ ദിവസവും പരസ്യം ഇട്ടിട്ട് അതുപോലെ നമുക്കിത് തയ്ച്ചു കൊടുക്കാനും അതുപോലെ ഓർഡർ അങ്ങനെ നമുക്ക് സ്റ്റാഫില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ അറിയുന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഓരോ പീസിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും. ഞാൻ എടുത്ത അളവ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റൊക്കെ എനിക്കറിയാം. അപ്പം ഞാനല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറൊരു സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പം ടെക്നിക്കൽ സപ്പോർട്ട് യൂട്യൂബിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ തന്നെ ചെയ്തു പോകും. പിന്നെ അൽക്കാസിനോടുള്ള കസ്റ്റമേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ്, കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് പറയാമോ? അൽക്കാസിൽ എനിക്ക് തോന്നുന്നു അൽക്കാസ് ഇവിടെ കേക്ക് കാവാലത്ത് എനിക്കൊന്ന് എല്ലാവരും അൽക്കാസ് കേക്ക്സ് അറിയാം. യൂണിറ്റി ടെക്സ്റ്റൈലിനെ കുറിച്ച് അൽക്കാസിൽ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം അറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അൽക്കാസ് ഇവിടെ കാവാലത്തിന് പുറത്താണ് കൂടുതൽ ടെക്സ്റ്റൈലിൻ്റെ പോകുന്നത്. അപ്പം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് നമ്മളിപ്പം സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ അളവ് നമ്മുടെ കയ്യിലുണ്ട്. അവർ മെറ്റീരിയൽ വരുമ്പോഴത്തേനും ഇഷ്ടപ്പെട്ടത് അവരെടുക്കുന്നു, അളവ് തയ്ച്ച് നമ്മൾ പോസ്റ്റ് അയച്ചു കൊടുക്കുന്നു. ഓൺലൈൻ സർവീസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ സർവീസ് നമ്മൾ അയച്ചു കൊടുക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി ഇത് തരും. അത് നമ്മളങ്ങനെ കസ്റ്റമേഴ്സിനെ പലരെ പഠിക്കണമല്ലോ. ഇപ്പോൾ ചിലർക്ക് ഒരു ചെറിയ മൈന്യൂട്ട് കാര്യം മതി, അവർ അങ്ങനെ 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 അത് ഒരു പൊടിക്ക് ഒരു അങ്ങനെയൊക്കെ പറയും. അപ്പം അവരെയും ഡീൽ ചെയ്യാൻ പഠിക്കണം. സാധാരണ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ ചിലരുണ്ട് ഇന്ന് ഡ്രസ്സ് എടുത്തിട്ട് നാളെ രാവിലെ വേണമെന്നൊക്കെ പറയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലായിരിക്കും, എന്നാലും ഈ സാധനം എടുത്ത് ഇടാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് അങ്ങനെ പറയും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കണം. ചിലർ പിന്നെ സമയം പോലെ തന്നാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ സമയം പോലെ തന്നാൽ മതി എന്ന് പറയുന്നവരായിരിക്കും പെട്ടെന്ന് നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഈ പെട്ടെന്ന് വെപ്രാളപ്പെടുത്തി ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു റിസ്ക് വേറെ, ആ ടെൻഷനാണ്. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിന് എനിക്ക് അങ്ങനെയില്ല. എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി. പിന്നെ കാവാലത്ത് തന്നെ ഒരുപാട് പേര് നമുക്ക്. പിന്നെ നമ്മളിവിടെയും ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അവനവൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലും നമ്മുടെ സ്റ്റിച്ചിങ്ങും കാണുമ്പോൾ നമുക്കറിയാം. നമ്മളപ്പോൾ അത് ദൂരെ നിന്ന് നോക്കും, അതെങ്ങനെ അവരിട്ടപ്പോൾ എങ്ങനെ എന്നുള്ളത് നമ്മൾ ചെയ്യും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ടെൻഷൻ സപ്പോർട്ടീവ് ആണ്. നല്ല സപ്പോർട്ടുള്ള കസ്റ്റമേഴ്സ് കാവാലത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അൽക്കാസ് ഡിസൈൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് സൊസൈറ്റിയോട് എന്താണ് പറയാനുള്ളത്? അൽക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട്, അൽക്കാസിൽ നമ്മളിപ്പം ചെയ്തു വന്ന ചെറിയൊരു സംരംഭം തുടങ്ങി, നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഡെവലപ്പായി. പക്ഷെ നമ്മൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ ഇപ്പോൾ ലോൺ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ അത് ഇപ്പോൾ പുറത്ത് എത്രയോ പേർക്ക് പോയി എടുക്കാം, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സ്റ്റിച്ചിങ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നവരുണ്ട്. അവർക്ക് പുറത്ത് കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു നല്ല, പിന്നെ അവർ പലരോട് പറയും ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, നിങ്ങളവിടെ ചെല്ലുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു കേക്ക് എടുത്താലും അത് അടുത്ത കൊച്ചിൻ്റെ പിറന്നാളാണ് ഇങ്ങനത്തെ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോളെ ഇങ്ങനെ പോയി മേടിക്കുന്നു പറഞ്ഞ് വിടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അത് നല്ല മനസ്സുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലുള്ള ചെറിയ ഗ്രാമങ്ങളിലെ കടകളിലും ഇതുപോലെ യൂണിറ്റുകളിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫങ്ഷൻ വെയർ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നല്ല വൃത്തിയടിച്ച് തരാൻ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ ഗ്രാമത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളെ വിജയിപ്പിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാത്തിനും ഓൺലൈനെ ആശ്രയിക്കുന്ന കാലമാണ്. നമുക്ക് എവിടെ പുറത്തോട്ട് പോയാൽ ഒരുപാട് നല്ല സാധനങ്ങൾ കിട്ടും, പക്ഷെ അതിന് പകുതി പൈസ കൊടുക്കണ്ട നമ്മുടെ ഈ സ്ഥലത്തുള്ളവരെ. അപ്പം നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു വികസനവും ആവും. ചിലപ്പോൾ ഇവിടെ നമ്മളൊരു നല്ലൊരു സംരംഭം വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയുള്ള കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, അതുവരെ അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു ചെറിയ ചെറിയ സംരംഭങ്ങൾ കാണുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും നമ്മളവരെ മൈനസായിട്ട് മാറ്റി നിർത്തില്ല. അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അൽക്കാസിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. സോ താങ്ക് യു, ബൈ ബൈ.